മക്കളെ, നമ്മൾ 20 ഡേയ്സ് ചലഞ്ചിലെ 13ാമത്തെ ക്ലാസ്സാണ് ഇനി നോക്കാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സംയുക്താക്ഷരാണ്. സംയുക്താക്ഷർ വാലേ ശബ്ദ് ക്ഷാത്രജ്ഞ അല്ലേ, അതാണ് സംയുക്താക്ഷർ. അത് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം. കച്ച്, ദച്ച്, യച്ച്, പച്ച് അല്ലേ, എല്ലാം ക്ഷായാണ്. ക അതിൻ്റെ കൂടെ ഏതുണ്ട്? ക്ഷ, ദ ക്ഷ, യ ക്ഷ, പ ക്ഷ. അപ്പം എന്താ വായിക്കുന്നത്? കച്ച്, ദച്ച്, യച്ച്, പച്ച്. അടുത്തത് ത്രായാണ് അല്ലേ. താന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ത. ഇങ്ങനെയാണ് നമ്മൾ ത എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പം ഈ താൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു വര, അതാണ് ത്ര. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ത്ര. അതിങ്ങനെ എഴുതാം. ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇവിടെയും വരയ്ക്കുക, മുകളിലും വരയ്ക്കുക. അപ്പം എന്താ ഇത്ര? അവിടെ ചെറിയൊരു താനെ പോലെ ചെറിയൊരു ഇതാ താഴോട്ടേക്ക് ഇങ്ങനെ വരച്ചാൽ മതി, ചെറുതായിട്ട്. ത്ര. ഓക്കെ. സത്ര. എന്താ വായിക്കുന്നത്? സത്ര, സത്ര. പത്ര, പത്ര, പാത്ര, പത്ര. സാത്ര, സത്ര, പാത്ര, പത്ര. ഈ പിന്നെ ത്രായാണ് ഇത്ര. ഈ ത്ര, ഇത്ര. ച പിന്നെ ത്രായാണ് വന്നിരിക്കുന്നത്, ഛത്ര. എന്താണ്? ഛത്ര. ആജ്ഞ, ആജ്ഞ. യജ്ഞ, യജ്ഞ. യ പിന്നെ ജ്ഞായാണ് യജ്ഞ. ജ്ഞാത, ജ്ഞാത. ശാസ്ത്രജ്ഞ എന്നുള്ള ഇപ്പോൾ ഖ്യ എന്നൊരു ഉച്ചാരണവും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിന് ഖ്യ എന്ന് പറയും. ഖ്യാൻ എന്നാണ്. ജ്ഞാൻ ആദ്യമൊക്കെ നമ്മൾ ജ്ഞാൻ എന്നാണ് അതിന് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഖ്യാൻ എന്നാണ് പറയാ. ശ്രം, ശ്രം. ഇത് ശ്രായാണ് കേട്ടോ. ശ്രം, ശ്രം. പിന്നെ ശ്രവൺ, ശ്രാ വ പിന്നെ ണായാണ് വന്നിരിക്കുന്നത്. ശ്രവൺ, ശ്രവൺ. ആശ്രം, ആശ്രം. ആ പിന്നെ ശ്ര പിന്നെ മ, ആശ്രം. അടുത്തത് സ്രാത്തിന് സ്രാക്ക് ഉ എന്ന ചിഹ്നം ഉണ്ട് അല്ലേ. സ്രാക്ക് ഏത് ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഉ എന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നു. അപ്പം എന്താണ് വായിക്കുക? അശ്രു, അശ്രു. അശ്രു എന്താണ്? കണ്ണുനീര് അല്ലേ. അശ്രു, അശ്രു. ആനന്ദാശ്രു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അശ്രു, അശ്രു പറഞ്ഞാൽ എന്താണ്? കണ്ണുനീർ. അടുത്തത് പ്രായാണ്. പ്ര എന്ന അക്ഷരമാണിത്. പ എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? പ എന്ന് ഇങ്ങനെയാണ് എഴുതുക അല്ലേ. ആ പ എഴുതേണ്ട ഇവിടെ നിന്നതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെറിയൊരു വര കൊടുത്താൽ പ്രാന്നായി. ഇങ്ങനെ പാന്ന് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുക, പ്ര. ഓക്കെ, അപ്പോൾ പ്രാജ്ഞ, പാന്ന് എഴുതിയിട്ട് ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത് കേട്ടോ. കണ്ടോ അവിടെ എഴുതിയത് കാണുന്നുണ്ടല്ലോ. പ്രജ്ഞ. ഇനി പുത്ര, പൂ പിന്നെ ത്രാന്നാണ്. പുത്ര. അടുത്തത് സൂത്ര, ഊന്റെ ചിഹ്നം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഊ എന്ന ചിഹ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഊ എന്ന ചിഹ്നം അങ്ങോട്ട് തിരിച്ചിട്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇട്ടിട്ട് ദാ ഇവിടേക്ക് തന്നെയാണ് തിരിഞ്ഞു പോണത് അത് അല്ലേ. ഇങ്ങനെയാണ് ഊ എന്ന ചിഹ്നം വരുന്നത്. സൂത്ര. ത്രാസ്, ആ ചിഹ്നം സ, ത്രാസ്. അടുത്തത് ത്രാണ്, ണായാണിത് അല്ലേ. ണ, ത്രാണ്. ത്രികോൺ, ത്രികോൺ. വൃക്ഷ്, ഭക്ഷ്, ഭരണി, ഭരണി എന്ന് മലയാളത്തിൽ എഴുതുന്ന ഭക്ഷ്. ക്ഷൺ, ക്ഷ പിന്നെ ണ, ക്ഷൺ. സക്ഷം, സായും ഷായും മായും, സക്ഷം. എന്താ അത് വായിക്കുന്നത്? സ ക്ഷ മ, സക്ഷം. ക്ഷയ്, ഷായും യായും. ക്ഷ അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? യാ, ക്ഷയ്. ക്ഷമ,
ഷ പിന്നെ മ ആ ചിഹ്നം ക്ഷമ. ശ്രദ്ധ ശ്രദ്ധ അത് സ്രാ എന്നുള്ള അക്ഷരമാണ് അല്ലേ. എങ്ങനെയാണ് ഈ സ്രാ എന്നുള്ള അക്ഷരം എഴുതുന്നത്? സ്രാ എന്നുള്ള അക്ഷരം എഴുതുക അതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും, ഇതിലുള്ള പോലെ തന്നെ. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ വരയ്ക്കുക. ഓക്കെ, മൗസ് ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മൾ പേനോണ്ട് എഴുതുന്ന പോലെ ആയിട്ട് വരില്ല. അങ്ങനെ സ്രാ കണ്ടോ, അതന്നെ ഇവിടെയും ഇങ്ങനെ ആദ്യം എടുക്കും, എന്നിട്ട് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ വരയ്ക്കുക. അതാണെന്ത്? സ്രാ. കണ്ടോ, സ്രാ എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചതാണ്. ശ്രുതി എന്താണ്? സോറി, അശ്രു. അശ്രു ആണ് ഇവിടെ, അശ്രു. ആശ്രം പിന്നെ ഇവിടെ അശ്രു അല്ലേ, ഇത് അശ്രു നമ്മൾ നേരത്തെ വായിച്ച് പോയതാണ്. ഇനി ശ്രദ്ധ നമ്മൾ വായിക്കാത്തത് ഇവിടെയാണ്. ശ്രദ്ധ 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 സ്രാ പിന്നെ 2 ദാ ഉണ്ട്. ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധ. സ്രാബ് സ്രാബ് സ്രാ പിന്നെ പ സ്രാബ് സ്രാബ്. ക്ഷരൺ ക്ഷരൺ ക്ഷ പിന്നെ ര അടുത്തതായിട്ടുള്ള അക്ഷരം ഏതാണ്? ണ. ശരൺ ശരൺ ശരൺ. ശ്രമൺ സ്രായും മായും പിന്നീട് എന്താണ്? ണായുമാണ് അക്ഷരം വരുന്നത്. ശ്രമൺ ശ്രമൺ. ജ്ഞാനി 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 ജ്ഞാനി. ഓക്കെ. ജ്ഞാപൻ പ ന ജ്ഞാപൻ. ശ്രുതി 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 ശ്രുതി. ത്രിശൂൽ ത്രീ ത്ര എന്ന അക്ഷരം നമ്മൾ പഠിച്ചില്ലേ, ത്രാക്ക് ഈ ചിഹ്നം ത്രിശൂൽ ത്രിശൂൽ. ക്ഷത്രിയ ക്ഷത്രിയ തൃശൂൽ കഴിഞ്ഞിട്ട് എന്താണ്? ക്ഷത്രിയ. ശ്രമിക് ശ്രമിക് സ്രാ മീ പിന്നെ ക ശ്രമിക് ശ്രമിക്. അപേക്ഷ 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 അപേക്ഷ. കക്ഷ കക്ഷ ക പിന്നെന്താണ് വരുന്നത്? ക്ഷ. രാക്ഷസ് രാക്ഷസ്. അപ്പം ക്ഷ എന്നുള്ള അക്ഷരം നമ്മൾ കുറേ വായിച്ച് പഠിച്ചില്ലേ, രാക്ഷസ്. അടുത്തെന്താണ്? പരീക്ഷ 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 പരീക്ഷ. ഇനി എന്നുള്ള അക്ഷരങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? ആ പിന്നെ ക പിന്നെ ക്ഷ അല്ലേ. ആകാംക്ഷ എന്താണ്? ആകാംക്ഷ ആകാംക്ഷ. മുകളിലൊരു ഡോട്ട് ഉണ്ട് അല്ലേ, എന്ന ചിഹ്നം ഉണ്ട്. ആകാംക്ഷ ആകാംക്ഷ. അക്ഷയ് അടുത്ത എന്താണ്? അക്ഷയ്. അക്ഷയ് എന്നുള്ള പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം എങ്ങനെയാണ് അക്ഷയ് എന്ന് എഴുതുന്നത്? അങ്ങനെയാണ് അക്ഷയ് എന്ന് എഴുതുന്നത്. ആനെഴുത ക്ഷാനെഴുത പിന്നെ യാനെഴുത അക്ഷയ്. ചിത്ര 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 എന്ന് നമ്മൾ പേര് കേട്ടിട്ടുണ്ട് അല്ലേ, ചിത്ര. അടുത്തത് വസ്ത്ര വ സ പകുതി ത്ര വസ്ത്ര. ത്രിഭുവൻ 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 ത്രിഭുവൻ. ഇത് ത്രീയാണ്, ഭുവൻ ത്രിഭുവൻ ത്രിഭുവൻ ത്രിഭുവൻ. ഏകത്ര ഏക പിന്നെ എന്താണ്? ത്ര ഏകത്ര ഏകത്ര. ത്രിഭുജ് ത്രിഭു പിന്നെ ജായാണ് ത്രിഭുജ് ത്രിഭുജ്. അനഭിജ്ഞ 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 അനഭിജ്ഞ. ജിജ്ഞാസ ജിജ്ഞാസ ജിജ്ഞാസ. വിജ്ഞാപൻ 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 വിഖ്യാപൻ എന്ന് പറയൂ കേട്ടോ. അജ്ഞാത് അജ്ഞാത്. വിജ്ഞാൻ. വിശേഷജ്ഞ വിശേഷജ്ഞ വിശേഷജ്ഞ. ആശ്രിത് ആശ്രിത് ആ പിന്നെ ശ്രീ പിന്നെ ദ ആശ്രിത് ആശ്രിത്. സ്രാ സ്രാക്ക് ഏത് ചിഹ്നം വന്നിരിക്കുന്നത്? ഈ എന്ന ചിഹ്നമാണ് വന്നിരിക്കുന്നത് അല്ലേ, ഈ എന്ന ചിഹ്നം. ഈ എന്ന ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? ഈ എന്ന ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? ഈ എന്ന ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? ഊ എന്ന ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? നമ്മൾ മുമ്പോട്ടേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ. ഊ എന്നതോ നേരെ പുറത്തേക്ക്. പിന്നെ റ് എന്നത് എങ്ങനെയാണ്? അങ്ങനെ സി പോലെ അല്ലേ, അക്ഷരത്തിന് താഴെ അങ്ങനെ സി പോലെ ഇടും, അതാണ് റ്. എ എന്നതോ? എ എന്നതിന് അക്ഷരത്തിന് മുകളിലായിട്ട് ഒരു വര. ഐ എന്നതോ?
അക്ഷരത്തിൻ്റെ മുകളിലായിട്ട് 2 വര. ഓ മുകളിലും താഴെയും വര അല്ലേ? ഓ ഔ ഔ എന്നത് മുകളിലും 2 വരയും താഴെ ഒരു വരയും അല്ലേ? ഔ. ഓക്കെ. ഒരു ഡോട്ട് ഉണ്ടാവും. ആ എന്നുള്ള നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആശ്രിത് നമ്മൾ വായിച്ചു. ഇനി എന്താണ്? ശൃംഗാർ. ശ്രം കണ്ട, ശ്രീ കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ ശൃംഗാർ. ശ്രീമാൻ. ശ്രീ പിന്നെ മാ പിന്നെ ന. ശ്രീമാൻ. ശ്രീമതി. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് സംയുക്താക്ഷരമാണ് നോക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക. അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ചിഹ്നങ്ങളും പഠിക്കുക. ഓക്കെ. വായന റെഡിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹിന്ദി വളരെ ഈസി ആയിട്ട് പഠിക്കാനും മാർക്ക് വാങ്ങാനും പറ്റും.